ഹായ്, സഹദേവ് മാഷാണേ. യു പി ക്ലാസ്സുകളിലും എൽ പി ക്ലാസ്സുകളിലും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു പഠനോപകരണമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് ക്യൂബുകളാണ്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൽ, അതായത് OHP ഫിലിമിൽ ചെയ്തെടുത്ത ക്യൂബുകളാണ്. 2 സെൻറ്റിമീറ്റർ നീളവും വീതിയും ഉയരവുമുള്ള ക്യൂബുകൾ പരസ്പരം ചേർത്തൊട്ടിച്ചതാണ്. അപ്പോൾ മൊത്തം 55 ക്യൂബുകളുണ്ട്. കാരണം ആദ്യത്തെ 1 ആണെങ്കിൽ രണ്ടാമത്തെ 2 എണ്ണമാണ്. പിന്നെ 3, 4, 5 ആ ക്രമത്തിൽ 10 വരെ വരുമ്പോൾ 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക 55 ആണല്ലോ. അപ്പോൾ 55 ക്യൂബുകൾ അത് ഒരുമിച്ച് വെക്കുമ്പോൾ ഇങ്ങനെ ഒരു ത്രികോണാകൃതിയിലാണ് കിട്ടുക. ത്രികോണ സംഖ്യകൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നതിന് ഒരു ഉപകരണവും കൂടിയാണ്. അപ്പോൾ 1, 1, 2, 3, 3, 3, 6, 6, 4, 10, 10, 5, 15, 15, 6, 21, 7, 28, 28, 36, 45, 55 അങ്ങനെ ത്രികോണ സംഖ്യകൾ വലുതായി പോകുന്നത് കാണാം. ചെറിയ ക്ലാസ്സിലാണെങ്കിൽ ആരോഹണക്രമവും അവരോഹണക്രമവും താരതമ്യവും പിന്നെ കൂട്ടുന്നതും കുറക്കുന്നതും ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഉദാഹരണത്തിന് 1 നിന്നും 4 കയറിപ്പോകുന്ന ഒരാൾ എത്ര സ്റ്റെപ്പ് കയറണം? അപ്പോൾ 1 നിന്നുകൊണ്ട് 1, 2, 3 സ്റ്റെപ്പ് കയറിയാലേ 4 എത്തും. അതുപോലെ 10 നിൽക്കുന്ന ആൾ 6 ഇറങ്ങി വരണം. അപ്പോൾ എത്ര സ്റ്റെപ്പ് ഇറങ്ങണം? അപ്പോൾ അങ്ങനെ വിരൽ ഓടിച്ചുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് കുട്ടികളിലേക്ക് ഈ ആശയം എത്തിക്കാനാകും. ഒപ്പം ത്രികോണ സംഖ്യകൾ എങ്ങനെ രൂപപ്പെടുന്നു, 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക, അതിനിടയ്ക്ക് ഏതുള്ളതാണെങ്കിലും 1 മുതൽ 9 വരെയാണെങ്കിലും 8 വരെയാണെങ്കിലും ഒക്കെ കണക്ക് കൂട്ടിയെടുക്കാവുന്ന ഒരു ഉപകരണമാണ്. നല്ല ചില്ല് പോലെ കാണുമെങ്കിലും ഇത് OHP ഫിലിമിൽ ചെയ്തെടുത്തത്. ഇതാണ് OHP ഫിലിം. അപ്പോൾ അത് കാണാൻ വേണ്ടി അടിയിൽ ഒരു A4 പേപ്പർ സാധാരണഗതിയിൽ അതിൽ തന്നെ ഉണ്ടാവും. കാരണം 2 എണ്ണം ഒരുമിച്ച് ചേർന്ന് പറ്റിപ്പോകുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇത് ഇപ്പോൾ ഒരറ്റത്ത് നിന്ന് 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് പോയിൻ്റ് അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരറ്റത്ത് 0 വെച്ച് പിന്നീട് 2ൻ്റെ ഗുണിതങ്ങൾ അടയാളപ്പെടുത്തുകയാണ്. മറുവശത്തും അതേപോലെ അറ്റത്ത് 0 ആണ്, 2ൻ്റെ ഗുണിതങ്ങൾ 2, 4, 6, 8, 10, 12 അങ്ങനെ 28 വരെ. 30 കിട്ടില്ല, 30 ഉണ്ടാവില്ലല്ലോ, 30 ലേശം കുറവായിരിക്കും A4 പേപ്പർ. 28 വരെ അടയാളപ്പെടുത്തുകയാണ്. പിന്നീട് അത് ചേർത്ത് വരയ്ക്കുകയാണ്. ഇത് ബ്ലാക്ക് CD മാർക്കർ കൊണ്ടാണ്, പെർമനൻ്റ് മാർക്കർ കൊണ്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ വരയ്ക്കുന്നത് ചെറിയ മാർക്കറാണ്. സാധാരണ പെന്ന് പോലുള്ള CD മാർക്കർ കൊണ്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ 2 അറ്റത്തെ പോയിൻ്റുകളും ചേർത്ത് കൊണ്ട് മുഴുവനായിട്ടും വരയ്ക്കുകയാണ്. അപ്പോൾ ഒരു A4 പേപ്പറിൻ്റെ വീതി 21 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ ഈ വരയ്ക്കുന്ന എല്ലാ വരകളും 21 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമാന്തര രേഖകളാണ് വരയ്ക്കുന്നത്. കൃത്യമായ അകലത്തിൽ സമാന്തരമായ വരകൾ വരയ്ക്കുകയാണ്. അതിനുശേഷം തിരിച്ചും വരക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടി അവിടെയും 2 സെൻറ്റിമീറ്റർ അകലത്തിൽ 2ൻ്റെ ഗുണിതങ്ങളായി അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ തിരിച്ചു വെക്കുമ്പോൾ നേരെ കിട്ടാൻ വേണ്ടി അവിടുന്നും ഈ രൂപത്തിലാണ് വെക്കുന്നത്. ഇല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ചെരിഞ്ഞിട്ടാണല്ലോ ഉണ്ടാകുക. പിന്നീട് വരക്കുന്നത് CD മാർക്കർ കൊണ്ടല്ല, തടിച്ച പെർമനൻ്റ് മാർക്കർ കൊണ്ടാണ്. ബ്ലാക്ക് പെർമനൻ്റ് മാർക്കർ കുറച്ച് ബോൾഡായിട്ടുള്ള തടിച്ച പെർമനൻ്റ് മാർക്കർ കൊണ്ട് വരയ്ക്കുകയാണ്. തിരിച്ചുള്ള വരയും അങ്ങനെ തന്നെ വരക്കണം. പക്ഷേ അവിടെ എന്താ പ്രശ്നം വെച്ചാൽ വളരെ കൃത്യമായി നേർരേഖയിലൂടെ മുറിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ കട്ടിയുള്ള വരയാകുമ്പോൾ നമുക്ക് ഏക്കുറസ് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ആദ്യം വലിയ വര അപ്പുറത്ത് വരക്കാത്തത്. അത് പിന്നീട് വരക്കും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ അറ്റത്തും വരച്ച് പിന്നീട് ആ അടിയിലുള്ള ആ വെള്ള പേപ്പർ അങ്ങ് നീക്കുകയാണ്. ഇപ്പോൾ ചില്ല് പോലത്തെ OHP ഫിലിം അതിലാണ്. അപ്പോൾ ഞാനിത് ഗ്ലാസിൻ്റെ മേലെ വെച്ചാണ് മുറിക്കുകയൊക്കെ ചെയ്യുന്നത്. ഗ്ലാസിൻ്റെ മേലെ വെച്ചാണ്. അതാണ് ഒരു റിഫ്ലക്ഷൻ കാണുന്നത്. നല്ല കഴിയുന്ന കുറച്ച് തടിച്ച് കനമുള്ള മെറ്റൽ സ്കെയിലാണ് മുറിക്കാൻ എടുക്കേണ്ടത്. മുറിക്കാൻ പ്ലാസ്റ്റിക് സ്കെയിൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം സ്കെയിൽ മുറിഞ്ഞു പോകും.
നമ്മൾ സാധാരണ പേപ്പർ കട്ടർ കൊണ്ട് തന്നെ ഇത് മുറിച്ച് മാറ്റാം. യെസ്, ഇനി അടുത്ത സ്റ്റെപ്പ് നോക്ക്. ഇതിപ്പോൾ 1 സെൻറ്റിമീറ്റർ നമ്മൾ മുറിച്ച് മാറ്റി. ഇപ്പോൾ 20 സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ചാൽ 10 കളങ്ങളാണ് നമുക്ക് കിട്ടുക. യെസ്, ആ ഒരു പീസ് മുറിച്ച് മാറ്റുകയാണ്. 1, ഇങ്ങനെയുള്ള 4 കഷ്ണങ്ങൾ ഒരേപോലെ മുറിച്ച് മാറ്റണം. അത് കൃത്യമായി നേർരേഖയിലായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തടിച്ച വര ഇടാത്തത്. അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇടത് കൈ അമർത്തി പിടിച്ചിട്ട് വേണം മുറിക്കാൻ. സ്കെയിൽ സ്ലിപ്പ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അടിയിൽ എന്തെങ്കിലും ഒരു ഗ്രിപ്പ് പോലെ നമ്മൾ ഫിറ്റ് ചെയ്തേ പറ്റൂ. യെസ്, 4 കഷ്ണം കിട്ടി, ഒരേപോലുള്ള 4 കഷ്ണം. എന്നിട്ട് അത് അടുത്തടുത്ത് ചേർത്ത് വെക്കുകയാണ്. വളരെ നേരിയ 1 മില്ലിമീറ്റർ ഗ്യാപ്പ് ഉണ്ടാവണം. ഒന്നിൻ്റെ മേലെ ഒന്ന് കയറി നിൽക്കരുത്, തൊട്ടും നിൽക്കരുത്. ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ വേണം. എന്നുവെച്ചാൽ ഒരു മുടിനാരിൻ്റെ ഗ്യാപ്പേ ഉണ്ടാകാവൂ. യെസ്, അത് ചേർത്ത് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ടേപ്പ് 3/4 ഇഞ്ച് ടേപ്പാണ്. 3/4 ഇഞ്ച് സെലോ ടേപ്പ് വെച്ചാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ സെലോ ടേപ്പിൻ്റെ 2 അറ്റങ്ങളും പുറത്തേക്ക് പോവാതിരിക്കാൻ കൃത്യമായ അവിടെ വെച്ച് മുറിക്കേണ്ടതാണ്, പുറത്താവരുത്. അപ്പോൾ നമ്മൾ 2 എണ്ണം ഒട്ടിച്ച് 2 എണ്ണം ഒട്ടിക്കുമ്പോൾ 3 എണ്ണം പരസ്പരം ചേർന്ന് ഇനി 4ാമത്തതും ചേർത്ത് ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ 4 എണ്ണവും നമ്മൾ മുറിച്ചെടുത്ത് സെലോ ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് കഴിഞ്ഞ്. ഇനി അറ്റത്താണ് സെലോ ടേപ്പ് ഒട്ടിക്കുന്നത്. അറ്റത്തൊട്ടിക്കുമ്പോൾ പകുതി പുറത്താക്കിയിട്ടാണ്, പകുതി ഉള്ളിലും പകുതി പുറത്താക്കിയിട്ടുമാണ് ഒട്ടിക്കുന്നത്. ഇതെല്ലാം 3/4 ഇഞ്ച് സെലോ ടേപ്പാണ്. ഇനി ആ പശയുള്ള ഭാഗം മറുവശത്തേക്ക് ഒട്ടിക്കണം. അപ്പോൾ നമ്മൾ അളവ് റെഡിയാണെങ്കിൽ ഈ പശയുള്ള ഭാഗം താഴെ വെച്ച് 2ാമത്തെ ലെയർ അതിൻ്റെ മേലെ അങ്ങ് വെച്ച് അമർത്തിയാൽ മതി. അപ്പോൾ കൃത്യമായി ഒരു സ്ക്വയർ പൈപ്പ് പോലെ, കണ്ടോ, ഒരു സ്ക്വയർ പൈപ്പ് പോലെ നമുക്ക് കിട്ടും. 10 യൂണിറ്റ് നീളത്തിൽ 20 സെൻറ്റിമീറ്റർ നീളത്തിലാണ് ആ കിട്ടിയത്. അപ്പോൾ ഇത് വളരെ കൃത്യമായി തന്നെ നമുക്ക് കിട്ടും. ഇനിയാണ് ഈ വര വരക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ആദ്യം വിട്ട വര ആ ജോയിൻറ്റിലേക്ക് കറക്റ്റായിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കുകയാണ്. ഇത് ആദ്യം വരച്ചാൽ നമ്മളെ ആ മുറിക്കുന്ന ആ സമയത്ത് അതിൻ്റെ ഏക്കുറസി നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ടാണ് ആദ്യം ചെയ്യാതിരുന്നത്. അങ്ങനെ 4 വരയും ഒന്നും കൂടെ ഡാർക്കാക്കുകയാണ്. അപ്പോൾ കൃത്യമായി നല്ല കട്ടി തന്നെ സമീതരങ്ങളായി തന്നെ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല കട്ടകളായിട്ട് തന്നെ, കൃത്യമായി നല്ല രൂപത്തിൽ തന്നെ കട്ടകളായിട്ട് കാണും. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ എടുത്ത മാതിരി ഒരു കഷ്ണവും കൂടെ എടുക്കുകയാണ്. എന്ന് വെച്ചാൽ ആ 2 സെൻറ്റിമീറ്റർ സമീതരങ്ങൾ നീളത്തിൽ മുറിക്കുകയാണ്. എന്നിട്ട് മേലെ ഭാഗം 3/4 ഇഞ്ച് സെലോ ടേപ്പ് തന്നെ വെച്ച് പകുതി അകത്തും പകുതി പുറത്തുമായിട്ട് വെച്ച്, അതേപോലെ താഴെയും പകുതി താഴെയാണ്, പകുതിയാണ് ഇപ്പോൾ ആ OHP ഫിലിമിലുള്ളത്. 2 സൈഡിലും ഇപ്പോൾ അറ്റത്ത് സെലോ ടേപ്പായിട്ടുണ്ട്. ഇനി കത്തി വെച്ച് നീട്ടി മുറിക്കുകയാണ്. മുറിക്കുമ്പോൾ OHP ഷീറ്റ് മാത്രമല്ല, ആ സെലോ ടേപ്പ് ആ 2 അറ്റത്തും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും നിൽക്കുന്ന ആ സെലോ ടേപ്പ് ഉൾപ്പെടെയാണ് മുറിയുന്നത്. കത്തി നീട്ടി വലിക്കുന്ന സമയത്ത് താഴെയും മുറിയുന്നുണ്ട്. പിന്നെ നമ്മൾ തുടങ്ങുന്നത് സെലോ ടേപ്പിൻ്റെ മേലെ നിന്നാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ക്വയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 2 അറ്റത്തും സെലോ ടേപ്പിൻ്റെ പശ ഉണ്ടാവും. കാണിച്ചു തരാം. യെസ്, ഇനി ഇതും ആ രൂപത്തിൽ മുറിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ സ്ക്വയർ പൈപ്പ് പോലെ ആക്കിയതാണ്. 1 യൂണിറ്റിൽ നമ്മൾ മുറിക്കുകയാണ്. 1 യൂണിറ്റ് മുറിക്കുമ്പോൾ ഇതാണ് നമ്മൾ ഒരു ക്യൂബ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. 2 യൂണിറ്റിലാണ് പിന്നെ മുറിക്കുന്നത്. 2. അടുത്തത് 3 യൂണിറ്റിലാണ്. 3 നീളത്തിലെടുത്ത് മുറിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള അത് 4 യൂണിറ്റ് ഉണ്ടാകും. യെസ്, ഇനി എങ്ങനെയാണ് ഒട്ടിക്കുന്നത് നോക്കൂ. കത്തി വെച്ച് അങ്ങനെ തിക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് 2 അറ്റത്തും പശ ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ആ ഒരറ്റത്തുള്ള പശ കൃത്യമായി അവിടെ ഒട്ടിച്ച്
മറ്റേ ഭാഗത്ത് രണ്ടറ്റവും ഒട്ടിച്ചു കഴിഞ്ഞു. ഇതാ അതിൻ്റെ അടുത്ത ഭാഗം ആ പശ ചേർത്ത് കൃത്യമായിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുടിനാരിൻ്റെ ഗ്യാപ്പ് അവിടെ വേണം. യെസ്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ കത്തി കൊണ്ട് തിക്കിയെടുക്കുന്ന എല്ലാ പീസും അതിൻ്റെ രണ്ടറ്റത്ത് സെലോ ടൈപ്പ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ ഒട്ടിക്കാൻ കഴിയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ആ വക്കിന് കണക്കാക്കി തന്നെ വെക്കുക. നമ്മൾ അളവ് മുറിയൊക്കെ റെഡി ആണെങ്കിൽ ആ 2 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് 1 മില്ലിമീറ്റർ പോലും കൂടാനോ കുറയാനോ പാടില്ല. അതുപോലെ കറക്റ്റ് 90 ഡിഗ്രി ചെരുവിലും ആയിരിക്കണം, മട്ടത്തിലായിരിക്കണം. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി ആ ഒന്നിൻ്റെ അവിടെയും ആ പശ അവിടെ രണ്ടാമത്തെ പശയുടെ ഭാഗം മറുവശത്താണ് ഒട്ടിക്കുന്നത്. യെസ്, രണ്ടാമത്തത്. യെസ്. അപ്പോൾ 1 2 3 4 എണ്ണം. ഇനി അഞ്ചാമതൊന്ന് ചെയ്യുകയാണ്. അഞ്ചാമത് ആ അറ്റത്തൊട്ടിച്ച് രണ്ടാമത്തെ അറ്റത്തൊട്ടിക്കുകയാണ്. മുക്കാലിഞ്ച് സെലോ ടൈപ്പാണ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചത്. യെസ്. ഇനി അത് ഒന്നും കൂടെ ബലപ്പെടുത്തേണ്ടതുണ്ട്. ഞാനൊന്ന് ഇത് വെച്ച് കാണിച്ചത് ഇതാ ഈ രൂപത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കണ്ടല്ലോ 10 വരെ. ഈ ബലപ്പെടുത്തുമ്പോൾ ഇതാ മുക്കാലിഞ്ച് ടൈപ്പ് തന്നെ. രണ്ടറ്റത്ത് സെലോ ടൈപ്പിൻ്റെ അംശം ഉണ്ടാവില്ല, അവിടെ ഗ്യാപ്പായിരിക്കും. അപ്പോൾ അതൊന്ന് ഇങ്ങനെ മുക്കാലിഞ്ച് ടൈപ്പ് വൈൻഡ് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ മുക്കാലിഞ്ച് ടൈപ്പ് എടുക്കുമ്പോൾ 2 സെൻറ്റിമീറ്ററിൽ കുറവായതുകൊണ്ട് തന്നെ പുറത്താവാതെ വളരെ കൃത്യമായി നമുക്ക് ഒട്ടിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ചുറ്റുമാണെങ്കിൽ കറക്റ്റായിട്ട് നല്ല ഒരു സ്ട്രെങ്ത്തും കിട്ടും. അതിന് ഉറപ്പോടുകൂടി അവിടെ നിൽക്കും. അപ്പോൾ നീളം കുറഞ്ഞാലേ ഇങ്ങനെ ചുറ്റിയെടുക്കേണ്ട ആവശ്യമുള്ളൂ. നീളത്തിലാണെങ്കിൽ ചുറ്റേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 10 സെൻറ്റിമീറ്ററൊക്കെ ആണെങ്കിൽ രണ്ടറ്റത്തും മാത്രം ചെയ്താൽ മതി. ഇത് ഞാൻ 3 സെൻറ്റിമീറ്റർ വരെ മാത്രമേ ഇങ്ങനെ ചുറ്റിയെടുക്കുന്നുള്ളൂ. ടേപ്പ് കൂടുതൽ ചിലവാകുകയും ചെയ്യുമല്ലോ. 4 5 ഒക്കെ ആകുമ്പോൾ അതിൻ്റെ അറ്റത്ത് മാത്രം ചെയ്താൽ മതി, മുഴുവൻ ചുറ്റി എടുക്കണം എന്നില്ല. ഇതാ ഇനി 1/2 ഇഞ്ച് ടേപ്പാണ് ഇപ്പോൾ ഒട്ടിക്കുന്നത്. 1/2 ഇഞ്ച് ടേപ്പ്. യെസ്. അപ്പോൾ ആ പകുതി ആ പശയുള്ള ഭാഗം ഇതാ ഒന്ന് താഴെ ഭാഗം കൃത്യമായി വെച്ചുകൊണ്ടും മേലേ ഭാഗം 1 യൂണിറ്റ് വ്യത്യാസത്തിലും കൃത്യമായിട്ട് വെച്ച് ഒട്ടിക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റെപ്പ് പോലെ തന്നെ ഇപ്പോൾ കാണുന്നുണ്ട്. ഇനി അതിൻ്റെ ചുവട്ടിൽ 3 ഒട്ടിക്കുന്നത്. അപ്പോൾ 5 4 3 1/2 ഇഞ്ച് ടൈപ്പാണ് ഇതിന്. ഇത് മുക്കാലിഞ്ച് ടൈപ്പല്ല, ഇപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത 1/2 ഇഞ്ച് ടൈപ്പാണ്. യെസ്. അങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് വിരലുകൊണ്ട് അമർത്തിയാൽ മതി. മറുവശത്തും ഒന്നിങ്ങനെ വേണം ചെറുതായിട്ട്. ആ നീളം മുഴുവനായിട്ട് എടുക്കുന്നത് നല്ലതാണ്. യെസ്. ഇതാ അടുത്തത് 2. അപ്പോൾ 5 4 3 2. അതിൻ്റെ മറുവശം ഒട്ടിക്കുകയാണ്. ഒന്ന് വിരൽ കൊണ്ട് അങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആ എയർ കുടുങ്ങി പൊള്ള പോലെ ആവാതിരിക്കാനാണ്. അപ്പോൾ സെലോ ടേപ്പ് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിരൽ കൊണ്ട് അമർത്തി തടവണം. യെസ്. മറുവശത്തും. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത മാതിരിയുള്ള 1 മുതൽ 5 വരെയുള്ള ആ സ്റ്റെപ്പ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് അടുത്ത 6 7 8 9 10 അത്രയും എടുത്തു കഴിഞ്ഞാൽ
നമുക്ക് കിട്ടുന്ന രൂപമാണിത്. ത്രികോണ രൂപത്തിൽ വലുതായി വരും. അപ്പോൾ 1 മുതൽ തുടർച്ചയായി 10 വരെയുള്ള 1 മുതൽ 10 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര ക്യൂബ് ഉണ്ടോ അത്രയായിരിക്കും. അതുപോലെ ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം, 1നേക്കാൾ എത്ര കൂടുതലാണ് 2. അപ്പോൾ ഒരു സ്റ്റെപ്പ് കയറിയിലാണ് 2-ലെത്തുക. അപ്പോൾ 2 കട്ടകൾ, 2 സമയോത്തര കട്ടകൾ ചേർത്ത് വെച്ചതാണ് 2. അടുത്തത് ഒരു സ്റ്റെപ്പും കൂടെ കയറിയാലാണ് 3ലേക്ക് എത്തുക. അപ്പോൾ 3 സമയോത്തര കട്ടകൾ ചേർത്ത് വെച്ചതാണ്. ഇതുപോലെയാണ് 4, 5, 6 ഒക്കെ. അതുപോലെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ് കൂട്ടി, അതായത് സങ്കലനം നടത്തുന്നത് എങ്ങനെയാണ്, വ്യവകലനത്തിൻ്റെ ഭാഗങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ഇന്നും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ ത്രികോണ സംഖ്യകൾ രൂപം കൊള്ളുന്നത്, ആ രൂപത്തിലൊക്കെ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയൊരു പഠനോപകരണമാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.